അനധികൃത കുടിയേറ്റക്കാരായ ചെറുപ്പക്കാർക്ക് അമേരിക്കയിൽ തങ്ങുന്നതിനുള്ള അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. 2 മാസം മുമ്പ് ഒബാമയാണ് പുതിയ കുടിയേറ്റ നിയമം പ്രഖ്യാപിച്ചത്. കുറ്റവാളികളല്ലാത്ത അമേരിക്കയിൽ ജനിച്ച അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ അമേരിക്കയിലേക്ക് വന്ന അനധികൃത കുടിയേറ്റക്കാരായ ചെറുപ്പക്കാർക്ക് അമേരിക്കയിൽ തങ്ങാനും ഇവിടെ ജോലി ചെയ്യാനും അനുമതി നൽകുന്ന പുതിയ നിയമം ഒബാമ പ്രഖ്യാപിച്ചിട്ട് 2 മാസം പിന്നിടുന്നു. ഇതിന്റെ ഭാഗമായി ആയിരക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരായ ചെറുപ്പക്കാരാണ് രാജ്യത്ത് തങ്ങാനുള്ള അനുമതിക്കായി ഇമിഗ്രേഷൻ ഓഫീസുകളിലെത്തിയത്. അമേരിക്കയിലേക്ക് കുട്ടിക്കാലത്തെ വന്നു എന്ന് തെളിയിക്കുന്ന രേഖകളുമായാണ് നിരവധി ചെറുപ്പക്കാർ ഇപ്പോൾ ഓഫീസുകളിൽ കയറിയിറങ്ങുന്നത്. അനധികൃത കുടിയേറ്റക്കാരായ ചെറുപ്പക്കാർക്ക് രാജ്യത്ത് തങ്ങുന്നതിനായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഇപ്പോൾ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒബാമ ഭരണകൂടത്തിന്റെ പുതിയ കുടിയേറ്റ നിയമത്തിന്റെ ആനുകൂല്യം നേടാൻ 1.7 മില്യൺ ജനങ്ങൾ അർഹരാണെന്ന് പ്യൂ ഹിസ്പാനിക് സെന്ററിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 1.4 മില്യൺ ജനങ്ങൾ ഇപ്പോൾ തന്നെ അമേരിക്കയിൽ തങ്ങുന്നതിനുള്ള ഔദ്യോഗിക രേഖകൾ സമർപ്പിച്ചതായാണ് ഔദ്യോഗിക കണക്കുകൾ. ഒബാമ സർക്കാരിന്റെ പുതിയ നയം രാജ്യത്തെ ലാറ്റിനോ വംശജർക്കിടയിൽ ഒബാമ അനുകൂല തരംഗം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ നിയമം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് വീണ്ടും വർദ്ധിപ്പിക്കുമെന്ന കണക്കുകൂട്ടലാണ് റിപ്പബ്ലിക്കൻ പക്ഷത്തിനുള്ളത്. അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്ത് നിന്ന് നാട് കടത്തുന്ന പതിവ് രീതിക്കാണ് ഒബാമ സർക്കാർ അവസാനമാക്കിയത്. എന്നാൽ 16 വയസ്സിന് താഴെ പ്രായമുള്ളപ്പോൾ അമേരിക്കയിലെത്തുകയും 30 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്ത് തങ്ങാൻ അനുവദിക്കുമെന്നായിരുന്നു ഒബാമയുടെ വാഗ്ദാനം. തിരിച്ചറിയൽ രേഖകൾ, പാസ്പോർട്ട്, ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ, മെഡിക്കൽ, ബാങ്ക് രേഖകൾ, സൈനിക സേവനം തെളിയിക്കുന്ന രേഖകൾ തുടങ്ങിയവയാണ് ഹോം ഡിപ്പാർട്ട്മെന്റിന് അനധികൃത കുടിയേറ്റക്കാരായ ചെറുപ്പക്കാർ സമർപ്പിക്കേണ്ടത്.